എയിംസ് പി എസ് സി കോച്ചിങ് സെൻറ്ററിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോപ്പറേറ്റീവ് ലോൻ്റെ പുതിയൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ റൂൾ 63ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഫ്ലൂയിഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് റിസോഴ്സസ് എന്ന റൂൾ 63 പ്രകാരമുള്ള ഫ്ലൂയിഡ് റിസോഴ്സസ് എന്താണ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സഹകരണ സംഘം ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് റൂൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ റൂൾ 63 പ്രകാരമാണ്. ഇനി നോക്കാം. സൊസൈറ്റി കമ്മിങ് വിത്തിൻ ദി പെർവ്യൂ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റി സെക്ഷൻ 24 പ്രകാരം എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, നമുക്കറിയാം 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അതിൻ്റെ പരിധിയിലുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ ആ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ സെക്ഷൻ 24 പ്രകാരം എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിലല്ല എങ്കിൽ, ഒരു സഹകരണ സംഘം അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിലല്ല എങ്കിൽ എങ്ങനെയാണ് ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് അതാണ് ഈ റൂൾ 63ൽ പറയുന്നത്. Every society with limited liability which is receiving deposit and not coming within the purview of Banking Regulation Act shall maintain fluid resources. അപ്പം ഈ കാര്യമാണ് റൂൾ 63ൽ പറയുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ അണ്ടറിലുള്ള സൊസൈറ്റി ആണെങ്കിൽ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 24ലാണ് ആ ഒരു കേസിൽ ഫ്ലൂയിഡ് റിസോഴ്സസിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഒരു സൊസൈറ്റി അത് ഡെപ്പോസിറ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയും അതേപോലെ ലോൺസ് ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്, അത് ബാങ്കിങ് റെഗുലേഷൻ്റെ അണ്ടറിലുള്ള ഒരു സൊസൈറ്റി അല്ല എങ്കിൽ അത്തരത്തിലുള്ള കേസിൽ എങ്ങനെയാണ് ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുക? ഇവിടെ നോക്കുക, 100% ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർഡ്. അപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ 100%ഉം എന്ത് തന്നെയാണ്? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ 100%ഉം ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട് അത്തരത്തിലുള്ള സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യും. 25% ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റിൻ്റെ 25% ആയിരിക്കും ഇത്തരത്തിലുള്ള സൊസൈറ്റി ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി 100% ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെയും ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും ഫുൾ പെർസെൻറ്റേജ് എന്ത് തന്നെയാണ്? ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. 90% ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ 90% ഫ്ലൂയിഡ് റിസോഴ്സസ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നു. 80% ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആൻഡ് അതർ ട്രസ്റ്റി സെക്യൂരിറ്റീസ്. ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെയും മറ്റ് സെക്യൂരിറ്റീസിൻ്റെയും ഡിബഞ്ചറിൻ്റെ മുകളിൽ 80% ആണ് ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 80% ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് അതർ ബാങ്ക് അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന മറ്റു ബാങ്കിൽ സൊസൈറ്റിക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ 80% ആണ് ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 80% ഓഫ് ഭാരത സോഷ്യൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് KSFE ഇഷ്യൂ ചെയ്യുന്ന ഭദ്രത സോഷ്യൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ആണ്. അതിൻ്റെ മുകളിലുള്ള ഫ്ലൂയിഡ് റിസോഴ്സസ് എത്രയാണെന്ന് പറഞ്ഞാൽ 80% ആണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഒരു സൊസൈറ്റി അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ അണ്ടറിലുള്ള ഒരു സൊസൈറ്റി അല്ല എങ്കിൽ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ രീതിയായിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ 100% ഫ്ലൂയിഡ് റിസോഴ്സസ് ആണ്. 100% ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നിന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീൻ്റെ മുകളിൽ 25% ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ദെൻ സെക്ഷൻസ് റിലേറ്റിംഗ് ടു ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്ഷൻ 56 ആണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സെക്ഷൻ 56. സെക്ഷൻ 56ലാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദെൻ സെക്ഷൻ 56A ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് അല്ലെങ്കിൽ NBA എന്ന് പറയും. നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റീൻ്റെ ഓൺ അസറ്റ് അല്ല, ഒരു പ്രോപ്പർട്ടി അല്ല, പക്ഷേ അത് ഏതെങ്കിലും ഒരു ലോൺ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പം ആ ലോണിൻ്റെ അവർ ഏത് മോർഗേജ് വെച്ചിട്ടാണോ ആ ലോൺ എടുത്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ബാങ്കിൻ്റെ പ്രോപ്പർട്ടി ആവുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 56A എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. നമ്മൾ പറഞ്ഞ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഫണ്ട്
ഏതിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെയൊക്കെ ഒരു സൊസൈറ്റിക്ക് അതിന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57 എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 57 പ്രകാരം, സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് ആണ്. അത് പ്രകാരം ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി 4 തരത്തിലുള്ള ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആ 4 തരത്തിലുള്ള ഫണ്ട് ഏതൊക്കെയാണ്, ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരം എന്നുള്ളത് ഓർത്തിരിക്കണം. സെക്ഷൻ 57A കോർപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സെക്ഷൻ 57A പറയുന്നത് കോർപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആണ്. സെക്ഷൻ 57B ആണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 57C കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീമാണ്. സെക്ഷൻ 57D എന്ന് പറയുന്നത് കോർപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമാണ്. ഈ സെക്ഷൻ 57 പ്രകാരമാണ് ഈ പറയുന്ന 4 തരത്തിലുള്ള ഫണ്ട് ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാം. സെക്ഷൻ 57 പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പൊ ഈ സെക്ഷൻ 57 പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 4 തരത്തിലുള്ള ഫണ്ട്, കോർപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ടും, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമും, കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീമും, കോർപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. 57 കഴിഞ്ഞ് ABCD ഇങ്ങനെ 4 സെക്ഷൻ പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫണ്ടിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ റൂൾസ് റിലേറ്റിംഗ് ടു ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പം നെറ്റ് പ്രോഫിറ്റിനും ഡിസ്പോസലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഏതൊക്കെയാണ്, നമ്മൾ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഏതൊക്കെയാണ്? റൂൾ 53, റൂൾ 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞു റൂൾ 53 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂൾ 53 കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നു. എത്രയാണ് മിനിമം എമൗണ്ട് എന്നും എത്രയാണ് മാക്സിമം എമൗണ്ട് എന്നും നമ്മൾ പറഞ്ഞു. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ മിനിമം എമൗണ്ട് 2000 ആയിരിക്കും, മാക്സിമം 60,000 ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൺസേൺ സൊസൈറ്റിക്കുള്ള കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അക്കൗണ്ടിൽ അത് റെമിറ്റ് ചെയ്യുന്നു. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ തന്നെ അത് റെമിറ്റ് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞു. ഇനി അഥവാ അത് റെമിറ്റ് ചെയ്യാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഫെയിൽ ആയി പോയാൽ, അത് റെമിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പീനൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആയിരിക്കുമെന്നും പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഏത് റൂളിലാണെന്ന് ചോദിച്ചാൽ റൂൾ 53 ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ റൂൾ 54 മാനർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സിന്റെ മാനർ, ഏത് രീതിയിലാണ് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന നമ്മുടെ റൂൾ സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് പറയുന്നത്. അപ്പം സെക്ഷൻ 57 അതേപോലെ റൂൾ 54 ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ സെക്ഷൻ 57 പഠിക്കുമ്പോൾ തന്നെ റൂൾ 54 കൂടി ഓർത്തിരിക്കാം. ദെൻ ടൈം ലിമിറ്റ്സ്. Education fund shall be remitted to the credit of cooperative education fund account in the Kerala State Cooperative Bank within 2 months from the date of audit certificate. ഇത് രണ്ടും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ടൈം ലിമിറ്റിൽ പറഞ്ഞ 2 കാര്യം. ഒന്ന് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, നമ്മൾ പറഞ്ഞു അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ആണെന്ന് പറഞ്ഞു. ആ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നമ്മൾ റെമിറ്റ് ചെയ്യണം. അത് റെമിറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 2 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ആ ഫണ്ട് നമ്മൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അക്കൗണ്ടിൽ നമ്മൾ റെമിറ്റ് ചെയ്തിരിക്കണമെന്നാണ് ഫസ്റ്റ് ടൈം ലിമിറ്റ്. അതേപോലെ മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് വേറൊരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. അപ്പൊ ഈ മെമ്പർ റിലീഫ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇതും രജിസ്ട്രാർ ഇവിടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് റെമിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അത് റെമിറ്റ് ചെയ്യാനുള്ള രണ്ടിന്റെയും ടൈം ലിമിറ്റ് സെയിം തന്നെയാണ്. 2 months ഫ്രം ദി ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ തന്നെ ഈ മെമ്പർ റിലീഫ് ഫണ്ടും അതേപോലെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടും നമ്മൾ റെമിറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഇതിന്റെ കേസിൽ, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. Then, in the case of societies working in loss, the amount of contribution to cooperative education fund shall be following. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞത് പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസിലാണ്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസിലാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷൻ ഫണ്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് മെമ്പർ റിലീഫ് ഫണ്ടും അതേപോലെ റിസർവ് ഫണ്ടും ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടും നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടും എങ്ങനെയൊക്കെ മാറ്റി വെക്കുമെന്ന് നമ്മൾ പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റിന്റെ കേസിലാണ്. ഇനി ഏതെങ്കിലും സൊസൈറ്റിക്ക് നെറ്റ് പ്രോഫിറ്റിന് പകരം നെറ്റ് ലോസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ നീക്കി വെക്കുക, എത്രയായിരിക്കും കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ലോസ്, നെറ്റ് പ്രോഫിറ്റിന് പകരം സൊസൈറ്റിക്ക് ലോസ് ആണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കുക. പ്രോഫിറ്റിന്റെ 5% എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അതിന് 5% എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻ കേസ് ആ സൊസൈറ്റിക്ക് പ്രോഫിറ്റ് അല്ല ലോസ് ആണെങ്കിൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മാനർ എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുക. ഓൾ എപെക്സ് ഫെഡറേഷൻ ഓർ ബാങ്ക്സ്
or central societies or banks, urban banks, primary credit societies, service cooperative bank, primary cooperative agricultural and rural development bank 5000. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സൊസൈറ്റിക്ക് നെറ്റ് പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് എല്ലാ എപെക്സ് കോപ്പറേറ്റീവ് ബാങ്ക്സും ഫെഡറേഷനും അതേപോലെ എല്ലാ സെൻട്രൽ സൊസൈറ്റിയും അതേപോലെ എല്ലാ അർബൻ ബാങ്ക്സും എല്ലാ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും അതേപോലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും PCARDB എന്ന് പറഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇത്തരത്തിന്റെ കേസിൽ ഈ കേസിലൊക്കെ എല്ലാ അപെക്സ് ബാങ്കും അപെക്സ് ഫെഡറേഷനും സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കും അർബൻ ബാങ്കും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും PCARDBയും എത്രയായിരിക്കണം എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. നമ്മൾ പറഞ്ഞു ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും സ്റ്റാറ്റ്യൂട്ടറി കമ്പൽസറി ആണ്, നിർബന്ധമായും ക്രിയേറ്റ് ചെയ്യേണ്ട ഫണ്ടാണ്. അപ്പം പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ഇത്തരത്തിലുള്ള സൊസൈറ്റീന്റെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 5000 രൂപയായിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ 5000 രൂപയായിരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ എമൗണ്ട്. ദെൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ, അപ്പം ഈ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീന്റെ കേസിൽ നമുക്കറിയാം ക്രെഡിറ്റ് സൊസൈറ്റീസിനെ നമ്മൾ ക്ലാസ് 1 സൊസൈറ്റി, ക്ലാസ് 2 സൊസൈറ്റി, ക്ലാസ് 3 സൊസൈറ്റി, ക്ലാസ് 4 സൊസൈറ്റീസ് എന്നൊക്കെ ഷെയർ ക്യാപിറ്റലിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എപെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക്, സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക്, അതേപോലെ PCARDB ഇവരുടെ കേസിൽ 5000 രൂപയായിരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി എല്ലാ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് അത് ക്ലാസ് 1 സൊസൈറ്റി ആണെങ്കിൽ 3000 രൂപയായിരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അവർക്ക് നഷ്ടമാണെങ്കിൽ. ഇനി അത് ക്ലാസ് 2 ആൻഡ് 3 സൊസൈറ്റി ആണെങ്കിൽ, ക്ലാസ് 2 ആൻഡ് 3 സൊസൈറ്റി ആണെങ്കിൽ 2000 രൂപയായിരിക്കും അതിന്റെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് 4 സൊസൈറ്റി ആണെങ്കിൽ 1000 രൂപയായിരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലോസ് ആണെങ്കിൽ, നെറ്റ് പ്രോഫിറ്റിന് പകരം ഒരു സൊസൈറ്റിക്ക് ലോസ് ആണെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കേസിൽ അത് അത്ര എമൗണ്ട് ആയിരിക്കണം. അതിന്റെ മാനർ ആണ് പറയുന്നത്. എല്ലാ എപെക്സ് സൊസൈറ്റിയും അല്ലെങ്കിൽ ബാങ്ക്, എല്ലാ സെൻട്രൽ സൊസൈറ്റിയും അല്ലെങ്കിൽ ബാങ്ക്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്, PCARDB ഇവരുടെ കേസിൽ 5000 രൂപയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ, അതൊരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ ക്ലാസ് 1 സൊസൈറ്റി ആണെങ്കിൽ 3000 രൂപയും, ക്ലാസ് 2 ആൻഡ് 3 സൊസൈറ്റി ആണെങ്കിൽ 2000 രൂപയും, ക്ലാസ് 4 സൊസൈറ്റി ആണെങ്കിൽ 1000 രൂപയുമായിരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. Societies other than primary credit societies or bank except school, college, cooperative societies and primary consumer store 2000 രൂപ. അപ്പോൾ ഇവിടെ വേറെ ഒന്നും കൂടി പറയുന്നുണ്ട്. ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി കൂടാതെ അതൊഴികെയുള്ള ബാങ്ക് സൊസൈറ്റി, അതിലെന്താ സ്കൂൾ, കോളേജ് സൊസൈറ്റീസ് ഒഴിച്ച് ബാക്കി എല്ലാ സൊസൈറ്റിയും ഉണ്ടല്ലോ. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഒഴിച്ച് ബാക്കി സൊസൈറ്റീസ് എന്ത് കൂടാൻ പാടില്ല? സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസും പ്രൈമറി കൺസ്യൂമർ സ്റ്റോറും കൂടാൻ പാടില്ല. അപ്പൊ ബാക്കി വരുന്ന എല്ലാ സൊസൈറ്റീസിന്റെയും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 2000 രൂപയായിരിക്കും. അപ്പൊ ഇത്രയാണ് നെറ്റ് പ്രോഫിറ്റിന് പകരം ഒരു സൊസൈറ്റിക്ക് ലോസ് ആണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്ര രൂപയായിരിക്കണം മാറ്റിവെക്കുന്നത് എന്ന് പറയുന്ന രീതി, മാനറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5000 രൂപ, 3000, 2000, 1000. ഇനി അതേപോലെ മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇതെല്ലാം ഒഴികെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസും അതേപോലെ സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയും പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസും ഒഴികെ ബാക്കി എല്ലാ സൊസൈറ്റീസിനും 2000 രൂപയായിരിക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്.